ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വാർത്തയിൽ ഒരാളുടെയും പേരോ ഒരാളുടെയും സ്ഥലമോ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം തന്നെ മിക്ക ചാനലുകളും ഈ മരിച്ച ആളുടെ ഫോട്ടോ വെച്ച് അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ അയാളുടെ ചെറുമകളാണെന്ന് പറയുന്നു. അതോടുകൂടി ഈ 13 വയസ്സുള്ള കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ, അത് കുറ്റകൃത്യമാണെങ്കിലും ഇരയാണെങ്കിലും അവർ പ്രതികളാണെങ്കിലും, പ്രതികളെന്ന് അവരെ വിളിക്കാറില്ല. അപ്പോൾ അവർ ഈ പ്രതിസ്ഥാനത്ത് വരുന്നവരാണെങ്കിലും അവർ ഇരകളാണെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന ഒരു സംഭവവും പുറത്തു വരാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ ബാലാവകാശ നിയമവും ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പറയുന്നത്. ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി. വളരെ പെട്ടെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് എല്ലാവരും വാർത്ത കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ മനുഷ്യൻ 65 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 65 വയസ്സുകാരനാണ്. അദ്ദേഹത്തെ അതിദാരുണമായ രീതിയിൽ വളരെ ക്രൂരമായിട്ടാണ് അവർ കൊന്നിരിക്കുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഈ കുട്ടി ഇത് കൊട്ടേഷൻ കൊടുത്തത് ഇച്ചിരിയുടെ മുതിർന്ന സഹപാഠികൾക്കാണ്. 18 വയസ്സ് താഴെയുള്ള 3 പേർക്കാണ്. അവർ ഇയാളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുന്നു. കഴുത്ത് ഞെരിച്ചാണ് കൊല്ലുന്നത്. കൈയും കാലും കെട്ടിയിടുന്നു. അവിടെ മുളക് പൊടി വിതറുന്നു. അതിനുശേഷം അവിടെ 5-6 പവൻ സ്വർണ്ണ വരുന്നതും എടുത്തുകൊണ്ട് പോകുന്നു. അതായത് എന്താണ് കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ കേട്ട ഏറ്റവും വലിയൊരു വാർത്തയിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയൊരു ഭാഗം ഈ കുട്ടി ഇത് ലൈവായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതെ, ഈ മനുഷ്യനെ കൊല്ലുന്നത് ഈ കൊട്ടേഷൻ കൊടുത്ത ചെറിയ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇത് വളരെ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ കാരണവർ വധക്കേസ്. ചെങ്ങന്നൂർ കാരണവർ വധക്കേസിന് സമാനമാണിത്. അതായത് ഈ ഷെറിൻ എന്ന് പറയുന്ന ഇതിനകത്തെ മെയിൻ പ്രതി മരുമകൾ അവരായിരുന്നു ഇതിൻ്റെ ആസൂത്രണം. 3 പേരെ അവിടെ വിളിച്ചു വരുന്നു. ഒരു ഷാനുവിനെയും ഒരു അവൻ്റെ ബാസിത്ത് അലിയെയും പിന്നെ ഒരു പേരുണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിഖിലെന്നോ നവീനെന്നോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വിളിച്ചു വരുത്തി ഇവരുടെ അമ്മായിയപ്പനെ കൊല്ലിക്കുന്നു. കൊല്ലിച്ചതിന് ശേഷം ഇത് മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി മൃതദേഹത്തിന് ചുറ്റും മുളക് പൊടി വിതറുന്നു. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. ഈ പെര തുറന്നു കൊടുക്കാതെ മേളിക്കൂടെ വന്ന് കയറി ആണ് ഇവരകത്ത് കയറി എന്ന് വരുത്തി തീർക്കുന്നു. ഈ കാരണവർ 65 വയസ്സുണ്ടെങ്കിലും അരോഗ ദൃഢഗാത്രനായിരുന്നു. ഒരു 3 പേരൊന്നും കൂടി പിടിച്ചാൽ അവർ നിൽക്കത്തില്ല. ആ രീതിയിലുള്ള ആളായിരുന്നു. അങ്ങനെ അയാളെ തലയണ അമർത്തിയാണ് ഇത് കൊല്ലുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബാസിത്ത് അലി എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി കുറിച്ചി സജീവത്തോപുരം കോളനിയിലുള്ള ഈ 1ാം പ്രതി, ഇയാളെ പ്രണയം നടിച്ചാണ് ഈ ഷെറിൻ കൃത്യം നടത്താൻ എത്തിക്കുന്നത്. അതായത് കൊട്ടേഷൻ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. ഒരു പൈസ ഇവൾ കൊടുത്തിട്ടില്ല. ഇവള് ചെയ്തത് എന്താണ്? ഇവനെ പ്രണയം നടിച്ചു വരുന്നു. അതിന് പിന്നെ ഈ പ്രണയം നടിച്ച് വരുന്ന ഇയാളെ തട്ടിയാൽ നമുക്ക് ജീവിക്കാം എന്ന് അവൾ വിചാരിക്കും. പക്ഷേ അവിടെ എന്താണ് സംഭവം? ഇവളുടെ ലക്ഷ്യം എന്താണ്? ഇയാളെ തട്ടിയിട്ട് യുവന്മാരങ്ങ് അകത്ത് പൊക്കോളും, ഞാൻ സുഖമായിട്ട് ജീവിക്കും, എനിക്ക് അടുപ്പമുള്ള ആൾക്കാരുണ്ട്, എനിക്ക് അവർക്കൊപ്പം സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതായിരുന്നു. കാരണം ഈ കാരണവരുടെ മകൻ ഒരു ഭിന്നശേഷി ഉള്ള ഒരു യുവാവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവർ വിളിച്ചു വരുത്തുന്നതും പിന്നെ ഈ 3 പേരും കൊല നടത്തുന്നതും അവർ തിരികെ പോകുന്നു. പക്ഷെ ഇവിടെ ഈ ഷെറിൻ്റെ കണക്കൂട്ടൽ തെറ്റിച്ചത് അന്ന് ചെങ്ങന്നൂർ ഇൻസ്പെക്ടറായിരുന്ന പി ജ്യോതികുമാറാണ്. നമുക്കറിയാം, പലപ്പോഴും പറയാറുള്ള പേരാണ്. അദ്ദേഹം പിന്നെ അദ്ദേഹമാണ് ഈ വിജിലൻസിൽ ഇരുന്നുകൊണ്ട് 2 കേസുകളിൽ KFC തട്ടിപ്പും അതുപോലെ തന്നെ തോട്ടണ്ടി ഇറക്കുമതിയിലെ തട്ടിപ്പും പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ പേരിൽ അയാളെ സസ്പെൻഡ് ചെയ്തു. അയാളെ നാട് മുഴുവൻ ഓടിച്ചു. കാസർഗോഡും കണ്ണൂരും എല്ലാം ഓടിച്ച് അവസാനം കോട്ടയത്ത് കൊണ്ടുവന്ന ഒരു അപ്രധാന തസ്തികയിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. കേരള പോലീസ് ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. CBIയിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് അകത്തു നിന്നാണ് ഇതിനെ സഹായം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. 2ാമത്തെ ദിവസം തന്നെ ഷെറിനെ അറസ്റ്റ് ചെയ്യുന്നു. അതായത് കൊല നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് പിന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ ഇവർ പളനിയിലോട്ട് കടന്ന് അവന്മാരെ അവിടെ പുറകെ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നമുക്കറിയാം അത് ഒരു മുതിർന്ന പെണ്ണിൻ്റെ ക്രിമിനൽ ബുദ്ധിയായിരുന്നു.
മാത്രമല്ല പിന്നീട് നമ്മൾ പല വാർത്തകളും കേട്ടു, സെൻട്രൽ ജയിലും വനിതാ ജയിലും ഒക്കെ ഷെറിൻ അടക്കി ഭരിക്കുന്നു എന്ന് കേട്ടു. ഈയിടെ ശിക്ഷാവിധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇറക്കി വിടാനൊരു നീക്കം ഉണ്ടായി. അത് ഒരു LDFിലെ ഒരു മന്ത്രിയായിരുന്നു അതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ശരി, അതിനോട് ഏതാണ്ട് സാമ്യമുണ്ട് ഈ കൊച്ചുകുട്ടിയുടെ. പക്ഷേ നമ്മൾ ആലോചിച്ചു കേരളത്തിൽ കൊച്ചുകുട്ടികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഒരുപക്ഷെ എനിക്ക് ഇവർക്ക് ഇതിൻ്റെ ഐഡിയ പറഞ്ഞു കിട്ടിയെന്നുള്ളതാണ്. ChatGPT അല്ലെങ്കിൽ ജെമിനിയൊക്കെ ചെയ്ത് പരീക്ഷിച്ചാണോ? നമ്മൾ എന്തിനേറെ പറയുന്നത്, ഇന്നലെ നമ്മളൊരു വാർത്ത ചർച്ച ചെയ്തിരുന്നു പക്ഷേ ആ ദൗർഭാഗ്യം പറയട്ടെ, ആ ചർച്ച റീച്ചായില്ല. അതായത് പിതാവിനെ പോക്സോ കേസിൽ കുടിക്കുക ഒരു പെൺമകളുടെ കാര്യം ഇടുക്കിയിൽ നിന്ന് എന്തിനു വേണ്ടിയായിരുന്നു? കാമുകനോട് ഫോണിൽ ചാറ്റുന്നത് കണ്ടുപിടിച്ച് ഈ ബന്ധത്തെ എതിർത്തു. അതിനുവേണ്ടി പിതാവിനോട് ദേഷ്യമായിട്ട് പിതാവിനെ പോക്സോ കേസിൽ കൊടുക്കുന്നു. 18 മാസം, അതായത് 1.5 വർഷം ഈ പിതാവ് ഒരു തെറ്റും ചെയ്യാതെ ഈ ജയിലിൽ കിടക്കുന്നു. ഈ സമയത്തിനിടയ്ക്ക് ഈ യുവതി, ഈ പെൺകുട്ടി അവിടെ കാമുകനൊപ്പം പോകുന്നു, അവർ ജീവിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബം അപ്പാടെ തകർന്നു പോകുന്നു. മകനുണ്ടായിരുന്ന ആ മകൻ്റെ മാനസിക നില പോലും അത് ബാധിക്കത്തക്ക തരത്തിലേക്കാണ് ഈ കാര്യം പോയത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു 13 വയസ്സുള്ള കുട്ടിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോഴേ അത് നമ്മളെ ഭയങ്കര അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. മുതിർന്നവർ മാത്രമല്ല, ചെറിയ കുട്ടികൾ പോലും ക്രിമിനൽ വാസന വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവരെ കാണുന്ന ഈ ഗെയിമുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭീകരമായി ഇടിക്കുന്നതിൻ്റെ അങ്ങനെ അത്തരം ഗെയിമുകളാണ് ഇവർ പല കുട്ടികൾ കാണുന്നതൊക്കെ തന്നെ. ഈ കുട്ടി അമ്മ വീട്ടിലായിരുന്നു. അമ്മ ഇളയ കുട്ടിയുടെ പ്രസവത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് എനിക്ക് പരീക്ഷയുണ്ട്, എനിക്ക് പോകണമെന്നും പറഞ്ഞ് വീട്ടിലോട്ട് തനിച്ച് പോരുകയാണ്. പോന്നിട്ട് അവിടെ വരുമ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്നു എന്ന് ഇവളാണ് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത്. അപ്പോൾ പോലീസിന് ഒറ്റ കൊടുത്തു, കാരണം ഇവർ പ്രൊഫഷണൽസ് അല്ലല്ലോ. മോഷണത്തിനിടെ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇവർ പ്രൊഫഷണൽസ് അല്ലാത്തിടത്തോളം കാലം ഇവർക്ക് ഇതിനകത്ത് ഒരു സെക്കൻഡ് പോലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പോലീസിന് ഈസി ആയിട്ട് കണ്ടെത്താം. പോലീസ് അപ്പം തന്നെ കണ്ടെത്തി ഇത് പ്രൊഫഷണൽ മർഡർ അല്ല, ഇത് പരിചയമില്ലാത്ത ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീടുമായിട്ടെടുത്ത് പരിചയമുണ്ട്, പക്ഷെ ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പം തന്നെ പോലീസിന് സംശയം തോന്നി. കാരണം അകത്ത് നിന്നൊരു സപ്പോർട്ട്, ഈ പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞ ഷെറിൻ്റെ കേസ് പോലെ തന്നെ അകത്ത് നിന്നൊരു സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ടിന് വേണ്ടിയാണ്, ആ സപ്പോർട്ട് തിരക്കിയപ്പോൾ ആരാണ്? ഈ 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് പല കൊച്ചുകുട്ടികളും അവർ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെ അവർ വായിക്കും, പത്രം വായിക്കുമോ, വാർത്ത കാണുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇവരങ്ങ് സങ്കല്പത്തിലായിരിക്കും, നമുക്കങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമ്മുടെ കേരള പോലീസ് ഏറ്റവും പ്രഗത്ഭമായ ഇന്ത്യയിലെ പോലീസാണെന്നും രാഷ്ട്രീയക്കാർ ഇടപെട്ടില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം പ്രതികളെ പൊക്കുമെന്നുള്ള കാര്യവും ഇവർക്ക് അതൊന്നും അറിയില്ലല്ലോ. അല്ല, ഈ കുട്ടി എങ്ങനെ ഇവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു? ഈ ഒന്നുകിൽ പ്രണയം ഉണ്ടാവും ഇതിലാരെങ്കിലും ഒരാൾ. ഇപ്പോഴത്തെ മിക്ക കേസ് കേട്ടും ഇങ്ങനെയാണ്. നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് നെടുമ്പാശ്ശേരി ആലുവായി എന്നൊരു കുട്ടി ഒളിച്ചോടി പോയി, പിന്നാലെ പോയി ബോംബെ വെച്ച് പിടിച്ചോണ്ട് വന്നില്ലേ? അതിന് എന്നാ പ്രായം ഉണ്ടായിരുന്നു? 16 വയസ്സ്. മൊത്തം ചിലപ്പോൾ യുവമാർ അപരിതന്മാരുമായിരിക്കും. ഈ കൊച്ചുകൾ യുവമാർ ആരും അറിഞ്ഞുകൂടെ ചിലപ്പോൾ ഇവർ ഓൺലൈനിൽ കൂടെ വല്ലതും പരിചയപ്പെട്ട കക്ഷികളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത് അവിടെ ഇവർ ലൈവിൽ കാണിച്ചു കൊടുത്തു ഒന്ന് ആലോചിക്കുക. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെയൊക്കെ പ്രായം ചെന്ന പിതാവിനെയൊക്കെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിതാവ് മാതാവ് എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഒരാൾ കൊല്ലപ്പെടുന്നത് എന്നൊന്ന് ആലോചിച്ചു. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പണ്ട് കള്ളന്മാരെ പേടിച്ചാൽ മതി, ഇത് വീട്ടുകാരെ കൊണ്ട് പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മനുഷ്യർ. വീട്ടിലുള്ളവരെയും പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു ഐഫോൺ എങ്ങാണ്ട് ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാത്ത പ്രശ്നമാണെന്ന് പറയുന്നത്. ഐഫോൺ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ഈ മരിച്ച ആള് അദ്ദേഹം ഒരു വലിയ മാല എങ്ങടെ കഴുത്തിൽ സദാസം ഇടുന്ന ഒരാളാണ് പോലും. അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലായി ഇന്നൊരു പവൻ്റെ വില നമുക്കറിയാമല്ലോ. ചിലപ്പോൾ 3-4 പവനുള്ള മാലയാണെങ്കിൽ അതുകൊണ്ട് വിറ്റ നല്ല കാശ് കിട്ടുമെന്ന് കരുതി കാണും. പക്ഷെ കുട്ടിയുടെ ഭാവി തീർന്നില്ലേ ഇതോടുകൂടി? കുട്ടിയുടെ ഭാവി വേറെ 3 പേര് എല്ലാം ജുവനൈൽസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആസൂത്രിതമാണ്. ഇവരുടെ ഈ ക്രിമിനൽ ബുദ്ധി ഇതാരുടെ ബുദ്ധിയാണെന്നുള്ളതാണ്. ഈ കുട്ടിയുടെ ആണെങ്കിൽ അത് വലിയ അപകടമാണത്. പിന്നെ ആണെങ്കിൽ ഈ ഐഡിയ എവിടെ നിന്ന് വന്നു, ആര് പറഞ്ഞു കൊടുത്തു? ഇതൊരു നിമിഷ നേരത്തേക്ക് മാത്രമുള്ള ഒരു സന്തോഷമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം എല്ലാത്തായില്ലേ? എല്ലാത്തായി. മാത്രമല്ല അവരുടെ ജീവിതം തീർന്നു, ആ ജീവിതവും പോയി. അല്ല, ഈ കുട്ടികൾ എന്തെങ്കിലും ചിന്തിക്കുക ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നതിനെ കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പോകില്ല. അതെ, ഇപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയ്യില്ല. ആ കാര്യം അതറിയില്ല. സങ്കല്പ ലോകത്താണ് അവർ പലരും ജീവിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർ, പടമൊക്കെ വെച്ച് പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അത് ബാലനീതി നിയമത്തിനെതിരാണ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെതിരാണ്. കേസ് വരാനുള്ള സാധ്യത വളരെയധികമുണ്ട്.